Question number 3. Redox reactions എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന ടോപ്പിക് എന്നുള്ള ചോദ്യമാണ്. ചോദ്യം നോക്കാം. In acidic medium, potassium dichromate shows oxidizing action as represented in the half reaction. ഒരു ഹാഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. ചോദ്യം ഇതിലെ കോഎഫിഷ്യന്റുകളായ എക്സും വൈയും സെഡും എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യമേ അറിയേണ്ട ഒരു കാര്യം, ഡൈക്രോമേറ്റ് അയോൺ ആസിഡിക് മീഡിയത്തിൽ എന്തായി മാറും? ക്രോമിയം 3+ ആയി മാറും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് Cr2O7 2- ഇൻ ആസിഡിക് മീഡിയം എന്തായി മാറും? ക്രോമിയം 3+ ആയി മാറും. ആൻഡ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കൂടെ H2O കൂടി ഉണ്ടാവും. സോ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്താ സംഭവിക്കുക. ക്രോമിയം എന്ന് പറയുന്നത് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺ ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പറിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ക്രോമിയത്തിന് 3 ആണ്. ഇവിടെ 2 ക്രോമിയം ഉള്ളത് കൊണ്ട് തന്നെ എത്രയായിരിക്കും? 2 × 3. ദാറ്റ് മീൻസ് 6 ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ 6 ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ 6 ഇലക്ട്രോൺസ് നമ്മൾ LHSൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന Y എന്ന് പറയുന്നത് 6 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. Y is 6. Y എന്ന് പറയുന്നത് 6 ആണ്. ഇനി ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം Cr2O7 2- 2 ക്രോമിയം ലെഫ്റ്റിലുണ്ട്. സോ വി നീഡ് 2 ക്രോമിയം ഓൺ ദ റൈറ്റ് സൈഡ്. റെഡി. ഇനി നിങ്ങൾ നോക്കണേ, ഓക്സിജൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് 7 ഓക്സിജൻസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്, പക്ഷേ വി ഹാവ് ഓൺലി 1 ഓൺ ദ റൈറ്റ് സൈഡ്. അപ്പോൾ അത് 7 ആക്കാൻ നോർമലായ ബാലൻസിങ് മെത്തേഡ് മാത്രം മതി. 7 H2O ഓൺ ദ റൈറ്റ് സൈഡ്. 7 H2O റൈറ്റ് സൈഡിലുണ്ടെങ്കിൽ ടോട്ടൽ 14 H+ ഉണ്ട് റൈറ്റ് സൈഡിൽ, 14 ഹൈഡ്രജൻ ഉണ്ട് റൈറ്റ് സൈഡിൽ. ലെഫ്റ്റിലോ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്ര H+ വേണം? ലെഫ്റ്റിൽ 14 H+ വേണം. അപ്പോൾ എക്സ് ആരാ എന്ന് കിട്ടി, എക്സ് ആരാണ് എന്ന് കിട്ടി, വൈ ആരാണ് എന്ന് കിട്ടി, Z ആരാണ് എന്ന് കിട്ടി. സോ 14, 6 and 7. 14, 6 and 7 കൃത്യമായിട്ട് ഏത് ഓപ്ഷനിലുണ്ട്? ഓപ്ഷൻ 4ലുണ്ട്. 14, 6 and 7 ആൻഡ് എ എന്ന് പറയുന്നത് ക്രോമിയം 3+ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4.